ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സോഫയും ബെഡും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട് 2 വീഡിയോ. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു കുപ്പി വെച്ചിട്ട് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലിങ്ങനെ കടലയും പയറും പരിപ്പും ഒക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ കവറിൽ ഇങ്ങനെ വെച്ചിരിക്കത്തില്ലേ. അപ്പോൾ ഇതിലോട്ട് നമുക്കിങ്ങനെ ലോക്ക് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുപ്പിയുടെ ഇത്രയും ഒരു ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വായ് ഭാഗവും വേറെ ഒന്നും ഇതിലോട്ട് കയറി പോകത്തില്ല. സിമ്പിളാണ്. നിങ്ങൾക്കിത് സുഖമായിട്ട് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മൾ എത്രയോ പ്ലാസ്റ്റിക് ബോട്ടിലും ഒക്കെ നമ്മൾ ഇതേപോലെ കളയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കണ്ട ഈ ഒരു കവറിൻ്റെ ഇതിനെ ഒന്ന് കയറ്റി ഇതിൻ്റെ അകത്തോട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്തിട്ട് ഇങ്ങനെ അങ്ങാക്കി. അപ്പം ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ അടപ്പ് തന്നെ ഇതിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. നല്ലവണ്ണം ലോക്കായി ഇരിക്കും. അപ്പം ഞാനിതാ അടപ്പ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. നമ്മൾ ബോട്ടിലിടും പോലെ തന്നെ ഇരിക്കും. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ായിട്ട് നമുക്ക് സോഫയും ബെഡും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു ടിപ്പാണ്. ഞാനിപ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഞാൻ ഒരടപ്പ് വിനാഗിരിയും ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലൊരു മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഷാമ്പു, കംഫോർട്ടായാലും കുഴപ്പമൊന്നുമില്ല. ചെറിയ ചൂടേ ഉള്ളൂ. അപ്പോൾ കൈവച്ചിട്ട് എനിക്കൊന്ന് മിക്സ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് പതപ്പിച്ച് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യം ഒരു ബോട്ടിലാണ്. ഇതിപ്പോൾ എന്താ ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ. കൂടാതെ ഇതിപ്പോൾ മോൻ്റെ ഒരു പഴയ ബനീനും കൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ബോട്ടിലിനെ ഈ ബനീനിലോട്ട് ഞാൻ ഇറക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്യണം. എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടി വെച്ചാലും മതി. അപ്പൊ ഞാൻ ഇതിന്റെ വായു ഭാഗത്തോട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് കെട്ടിവെച്ചു. അപ്പൊ സോഫയിൽ എന്തായാലും മണ്ണും പൊടിയും ഒക്കെ കാണുമല്ലോ. അപ്പോൾ ഇത് ഞാനിപ്പോ ഇവിടെ ഒരു തുണി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണേ. ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഇട്ട് ചെയ്താലും മതി. അപ്പൊ ആദ്യം അതൊന്ന് തട്ടി കൊടുത്ത ശേഷം വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഈ വെള്ളത്തിലോട്ട് ഈ ഒരു ബോട്ടിലിനെ ഞാനൊന്ന് ഇറക്കി ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. ഇനി ഇതുകൊണ്ട് ഞാൻ ഈ സോഫയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇത് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അവര് തന്നെ ഇത് ക്ലീൻ ആക്കിക്കോളും. അത്രയ്ക്ക് ഈസി വേ ആണിത്. അപ്പം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി. എല്ലാ പൊടിയും അഴുക്കും എല്ലാം മാറിക്കിട്ടും. സോഫയൊക്കെ നല്ലൊരു മണമായിരിക്കും. അപ്പൊ ഇതാ കണ്ടോ, ഞാനിതിപ്പോ വൈറ്റ് ബനിയൻ എടുത്തത് തന്നെ അതിൽ വരുന്ന അഴുക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാ കണ്ടോ, ഇത്രത്തോളം പൊടിയും അഴുക്കും അതിലുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ എല്ലാ അഴുക്കും പൊടിയും കറക്റ്റായിട്ട് ഈ തുണിയിൽ വരും. ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ആ ലായനിയിലൊന്ന് മുക്കിയിട്ട് ചെയ്താൽ മതി. ഫുള്ളും അഴുക്കും ഇതിൽ നിന്ന് വലിച്ചെടുക്കും. അതുപോലെ തന്നെ ബെഡും ഇതുപോലെ ചെയ്യാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് സോഫയിൽ കിട്ടുന്ന ഒരു തലയണ ഉണ്ടല്ലോ, ഇതൊന്നും നമുക്ക് വെള്ളത്തിൽ കൊണ്ടിട്ട് കഴുകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതും ഞാൻ ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. ഇപ്പൊ നല്ല ഈ വൃത്തിയുള്ള ഭാഗം വെച്ച് ഇതും കൂടെ ഞാനൊന്ന് തുടച്ച് കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഉള്ള എണ്ണയും അഴുക്കും ഒക്കെ ഇതിലോട്ടും വരാറുണ്ടല്ലോ നമ്മളിത് വെച്ച് കിടക്കുമ്പോഴത്തേക്കും. അതും കറക്റ്റായിട്ട് ഇതിലോട്ട് വരും. ആ അഴുക്കും ഫുള്ളും ഇതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഈ വെള്ളത്തിലൊന്ന് 2-3 വട്ടം ഒന്ന് മുക്കി കൊടുത്ത് ചെയ്താൽ മതി. കറക്റ്റായിട്ട് ക്ലീൻ ആകും. നമ്മൾ സോഡാപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അഴുക്ക് പെട്ടെന്ന് വലിച്ചെടുക്കും. പിന്നെ ഒരു വിനാഗിരിയുടെ ഒരു സ്മെല്ലൊന്നും ഇതിൽ വരാതിരിക്കാൻ വേണ്ടി ഷാമ്പൂവും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.